ഹലോ, ഇന്ന് നമുക്ക് കോഴിക്കോട്ടുകാരുടെ ചക്കക്കുരു മാങ്ങയും കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചക്കക്കുരു അതിൻ്റെ പുറത്തെ തൊലി മാത്രം കളഞ്ഞിട്ട് ഒരു വെള്ളത്തിലേക്ക് ഇടാണ് നമ്മൾ. അപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ ബ്രൗൺ കളർ തൊലിയില്ലേ, അത് പെട്ടെന്ന് പോയി കിട്ടും. അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഇട്ടത്. അപ്പോൾ മറ്റേ പോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. ഇതാകുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് പൊതിർന്നാൽ പെട്ടെന്ന് ഈ ബ്രൗൺ കളർ തൊലിയില്ലേ, അത് പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവാണേ. അതിനുശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കുക്കറിലിട്ടിട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ചട്ടിയിലും വേറെ പാത്രത്തിലൊക്കെ അടുപ്പിലും ഒക്കെ വെച്ചുണ്ടാക്കാം. ഞാനിപ്പോൾ കുക്കറിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറൊന്ന് അടച്ച് വെച്ചു ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമ്മലേക്ക് അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാകട്ടെ. ആ സമയത്ത് മാങ്ങയുണ്ട്, അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെക്കാം. മാങ്ങ ഇതുപോലെ മുറിച്ച് വെക്കുന്നുണ്ട്. ഇതിന് പരിപ്പൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുക്കർ തുറന്നു നോക്കി ചക്കക്കുരു വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പിട്ടിട്ടില്ല, ഇനി ഉപ്പിടണം. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഏതുപ്പായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്തത്. ഇനി അതൊന്നും കൂടി അടുപ്പിൽ വെച്ച് വേവിക്കുക. ആ സമയത്ത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് ആ തേങ്ങ ഒന്ന് അരച്ച് വയ്ക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മളെ ചക്കക്കുരുവും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അത് ഇനിയിപ്പോൾ ഇതിൽ തേങ്ങ അരച്ചില്ലെങ്കിൽ ഇത് വറവിട്ട് കൂട്ടാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇത് കഴിക്കാം. ഇനിയിപ്പോൾ മാങ്ങ ഇല്ലെങ്കിൽ തക്കാളി ഇട്ടാലും ടേസ്റ്റാണ്. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് അതിന് മാങ്ങേൻ്റെ ആ പുളിയൊക്കെ വരുമല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നല്ലത്. ഇനി ഇതിലേക്ക് അയാൾ അരച്ച് വെച്ച തേങ്ങ ഒഴിക്കണേ. ഇപ്പോൾ നല്ല കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു കറിയായിട്ടുണ്ട്. ഇനി ഇത് തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ. ഇനി നമുക്കിതിൽ വറവിടണം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. വറവിടുന്ന സമയത്ത് ഇപ്പോഴും ഇടാം. ഞാനിപ്പം കുറച്ച് ഇട്ടുണ്ട്. ഈ മഞ്ഞ കളറിൽ ഈ പച്ച കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ കറിയും അതിനൊരു മുളകിട്ട മീൻ കറിയുടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. പിന്നെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി വറവിടുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിനൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാകുക. വറവിടാനൊക്കെ ഇങ്ങനത്തെ കറികൾക്കൊക്കെ കടുകിട്ടു. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇടുകയാണ്. കുറച്ച് തോനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, വലിയ ഉള്ളിയല്ല, ചെറിയ ഉള്ളി. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. നല്ല കളറൊക്കെ മാറിയിട്ട് ഇതിൻ്റെ ഇനി ഈ കറിയിലേക്ക് എടുത്ത് ഒഴിക്കുകയാണേ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളീൻ്റെയൊക്കെ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിലിട്ട് വാടിയൊക്കെ. ഇപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ടത്. ഞങ്ങൾ കണ്ടു നോക്കുക, നല്ല കറിയാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതുവരെ ഒന്നും ആരും ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ. ഇന്നുച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ചക്കക്കുരു കറിയാണേ. കുറച്ച് ചോറെടുത്തു, അതിലേക്ക് ഒരു സൈഡിൽ ചക്കക്കുരു കറി ഒഴിച്ചു. എന്നിട്ട് ഒരു സൈഡിൽ കുറച്ച് അച്ചാർ ഇട്ടിട്ടുണ്ട്, മാങ്ങേൻ്റെ അച്ചാറും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചെമ്പല്ലി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് പൊരിച്ചതാട്ടോ ഉള്ളത്, ചെമ്പല്ലിയുടെ ഫ്രൈ. ചക്കക്കുരു കറിയും മീൻ പൊരിച്ചതും അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.